നമ്മുടെ തൗബ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബ്. ബാത്റൂമിൽ കിടക്കുമ്പോൾ ദിക്ർ ചൊല്ലണം. വുളു എടുത്ത് പുറത്ത് കിടക്കുമ്പോൾ, ബാത്റൂമിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഉള്ള ദിക്ർ അങ്ങനെ. അപ്പോൾ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ദിക്ർ ചൊല്ലരുത്. ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ വുളു എടുക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് പുറത്തങ്ങനെ പൈപ്പൊന്നും സൗകര്യമൊന്നും ഇല്ലല്ലോ. അപ്പം എന്ത് ചെയ്യുക, ബാത്റൂമിൽ നിന്ന് വുളു എടുക്കുന്നു, ദിക്റൊക്കെ മനസ്സിൽ ചെല്ലുക. ദുആ വുളു കഴിഞ്ഞതിന് ശേഷമുള്ള ദുആക്ക് എന്ത് ചെയ്യുക, പുറത്ത് ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് കാൽമുട്ടിന്റെ ദൃശ്യദാനം തോർത്തുമുണ്ടിട്ടുകൊണ്ട് വുളു എടുത്താൽ ശരിയാവും. വുളു എടുക്കണമെങ്കിൽ ശരീരം മറക്കൽ അല്ലെങ്കിൽ ഔറത്ത് മറക്കൽ വുളുവിന് ഷർത്തല്ല. ഒരാള് ഒരു വസ്ത്രം ഇല്ലാതെ ഒരാൾ വുളു എടുത്തെന്ന് വിചാരിക്കുക, വുളു സ്വഹീഹാണ്, പക്ഷെ അത് കറാഹത്താണ്, അത് ചെയ്യാതിരിക്കാനാണ് നല്ലത്. ഒരാൾ അങ്ങനെ. അപ്പോ ഈ ഫ്ലൈറ്റിലെ നിസ്കാരത്തെ കുറിച്ചൊന്നും പറയാനുണ്ട്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ. അതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഖിബിലയുടെ നിർബന്ധമല്ല. സുന്നത്ത് നിസ്കാരം രാത്രി പോകുന്ന ഫ്ലൈറ്റാണ്, എന്ത് ചെയ്യുക, നമ്മൾ വുളു ഉണ്ട് സുന്നത്ത് നിസ്കരിക്കാം. ഫർള് നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഖിബില അല്ലാഹു അക്ബർ എന്ന നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഖിബില കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഫ്ലൈറ്റിലൊക്കെ നമ്മുടെ എക്സ്പ്രസ് ഒന്നും അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ ഖിബില കാണിച്ചു തരും അല്ലെ, ഖിബിലിന്റെ ഡയറക്ഷൻ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് നമുക്ക് കിട്ടി. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ വളരെ പ്രയാസമാണ് ഖിബില കിട്ടാൻ, നേരെ ഓപ്പോസിറ്റിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്, അതുകൊണ്ട് പ്രയാസമായിരിക്കും. അല്ലെ പിന്നെ സീറ്റൊക്കെ മറിച്ചിട്ട് ബാക്ക് കാക്കേണ്ടി വരും. അന്ന് നടക്കൂലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, ഖിബില കിട്ടൽ നിർബന്ധമാണ്. ഏത് ഫർള് നിസ്കാരം മടക്കാതെ നിസ്കരിക്കണമെങ്കിൽ. അപ്പൊ ഖിബില കിട്ടുന്നില്ല, പക്ഷെ സുബൈന്റെ നേരായിട്ടുണ്ട്, സുബൈ നിസ്കാരം സമയമായിട്ടുണ്ട്, നിസ്കരിക്കാൻ പോവാണ്, ഖിബില എങ്ങോട്ടാന്ന് അറിയുന്നില്ല, ഒരു കുഴപ്പമില്ല, ഇരുന്ന ഇരുത്തത്തിൽ എന്ത് ചെയ്യാ, നിസ്കരിക്കുക, സീറ്റിലിരിക്കുക, എന്നിട്ട് അല്ലാഹു അക്ബർ ഫാത്തിഹ ഓതുക, ഇരുന്നിട്ട് നിസ്കരിക്കാൻ അറിയാലോ. ബിസ്മില്ലാ. കുട്ടികളൊക്കെ കരയുണ്ടല്ലോ. അപ്പൊ ഇരുന്ന് നിസ്കരിക്കണ വളരെ എളുപ്പമാണ്. നമ്മൾ അടുത്തുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടാക്കരുത്. പ്രത്യേകിച്ച് മുമ്പിലൊക്കെ വല്ല സ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ കുത്തി ബാക്കിലൊക്കെ എന്തൊരു അടങ്ങാറായിരിക്കുന്നവരെ, ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് വുളു കൊടുക്കുന്ന സമയത്ത് തയമം ചെയ്യണല്ലോ. ബാത്റൂമിൽ പോകാൻ പറ്റില്ലെന്നില്ല, നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് ബാത്റൂമിൽ വുളു കൊടുക്കാനുള്ള സൗകര്യമില്ല, എന്തെങ്കിലും അവിടെ തട്ടിമുട്ടി ആ വെള്ളമൊന്നും നമുക്ക് വുളു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യാ, തയമം ചെയ്യാം. തയമത്തിന് മണ്ണ് വേണോ? ഷാഫി മദ്ഹബ് പ്രകാരം മണ്ണ് വേണം. പക്ഷെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ശരീഅത്തിന്റെ ഭാഗമാണ് അതൊക്കെ. അതെടുത്തിട്ട് മാ അലാ വജ്ഹിൽ അർളി, അള്ളാന്റെ ഭൂമിയിൽ എന്തുണ്ടോ അതുകൊണ്ടൊക്കെ തയമം ചെയ്യാൻ പറ്റും. നിസ്കാരത്തിന്റെ സമയത്ത് ആ നിസ്കാരം ഖളാ ആകുന്നതിന്റെ മുമ്പ് അത് നിസ്കരിക്കണം. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് മടക്കി നിസ്കരിക്കാൻ പോണ നിസ്കാരം. അപ്പൊ ഞാൻ പറയണം കേട്ടോ, അത് മടക്കി നിസ്കരിക്കേണ്ടി വരും. ഖിബില കിട്ടുന്നില്ലല്ലോ, ഖിബില കിട്ടുന്നില്ല, അതുകൊണ്ട്. പക്ഷേ നിസ്കരിക്കണം. സമയം കണക്കാക്കേണ്ടത്, നമ്മുടെ നാട്ടിലേക്ക് ഫ്ലൈ ചെയ്യാണ് ഇവിടുന്ന് ഒരു 3.25 മണിക്കൂർ സമയം. യാത്രയുടെ പകുതി ആകുന്നത് വരെ, യാത്രയുടെ പകുതി വരെ അബുദാബിയിലെ ടൈമിംഗ് ആണ്. നമ്മൾ എവിടുന്ന് പുറപ്പെട്ടു ആ നാട്ടിലിപ്പോ നിസ്കാരം ഏതാണോ അതാണ് നിസ്കരിക്കേണ്ടത്. പകുതി കഴിഞ്ഞാൽ, യാത്രയുടെ പകുതി സമയം കഴിഞ്ഞാൽ, ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ, 1.25 മണിക്കൂറായി കഴിഞ്ഞാൽ നാട്ടിലിപ്പോ നിസ്കരിക്കാൻ നേരായിട്ടുണ്ടോ, നാട്ടിലിപ്പോ നോമ്പുറക്കാൻ നേരായോ, നാട്ടിലിപ്പോ അത്താഴം കഴിയാൻ നേരായോ, അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. സമയം പകുതി നോക്കേണ്ടത്. അതല്ല, ചില GPS സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒരു 18 hours യാത്ര പോവാണ്, ഇവിടെ നിന്ന് ന്യൂസിലാൻഡിലേക്ക് യാത്ര പോവാണ്, 10-18 മണിക്കൂർ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ നമ്മൾ ഏത് ലാൻഡിലൂടെ കടന്നു പോകുന്നത്, എവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോ. അപ്പോ ഏകദേശം ഓസ്ട്രേലിയ ക്രോസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഓസ്ട്രേലിയയിൽ ദുഹറിന്റെ സമയമായിട്ടുണ്ടോ, നമുക്കിപ്പോ ഈ നിസ്കാരത്തിന്റെ സമയങ്ങളൊക്കെ ആപ്പുകൾ ഉണ്ടല്ലോ. അത് അള്ളാഹു ഈ ഫ്ലൈറ്റ് യാത്ര ഒക്കെ ചെയ്യാൻ സൗകര്യം ചെയ്തപ്പോ ഈ ടെക്നോളജി ഒക്കെ ഇവിടേക്ക് വികസിപ്പിച്ചു തന്നു. അതുകൊണ്ട് നമ്മളിപ്പോ ഏത് രാജ്യത്തിന്റെ മുകളിലാണോ അവിടുത്തെ നിസ്കാര സമയം നമ്മുടെ കയ്യിലുണ്ടോ, മൊബൈലിൽ നോക്കുക ഉണ്ടോ, എന്നാ പിന്നെ അവിടെ ദുഹറാണോ, എന്നാ ഞാൻ ദുഹർ നിസ്കരിക്കാം. അതൊന്നും അറിയുന്നില്ലെങ്കിൽ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലെ നിസ്കാരത്തിന്റെ സമയം കയ്യിൽ കൊണ്ടുപോകണം. എവിടുക്ക ഞാൻ പോണത്, ഇപ്പൊ ചൈനയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ടാവും ബിസിനസ്സുകാര്. ചൈനയിലെ നിസ്കാര സമയത്തിന്റെ ഒരു ടേബിൾ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, എങ്ങോട്ടോ ഹോങ്കോങ്ങിലൊക്കെ എവിടെ പോവുകയാണെങ്കിലും എന്ത് ചെയ്യുക, അവിടുത്തെ ആ സിറ്റി നിസ്കാരത്തിന്റെ സമയം ടേബിൾ കണ്ടെത്തുക. യാത്രയുടെ പകുതി കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷന്റെ സമയം, യാത്രയുടെ പകുതി വരെ നമ്മൾ എവിടെ നിന്നാണോ പോർട്ട് ഓഫ് ബോർഡിങ്, നമ്മൾ എവിടെ നിന്നാണോ ബോർഡ് ചെയ്തത് അവിടുത്തെ സ്ഥലം. ഇനി തയമം ചെയ്ത് നിസ്കരിക്കാൻ പോവാണ്. തയമം ചെയ്യാന്ന് പറഞ്ഞാൽ 2 അടിയാണ്. അടി എന്ന മെല്ലെ, ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ആ സ്ക്രീൻ നമുക്ക് കുട്ടികൾ കുത്തിയുണ്ടാവും, ഇടങ്ങേറ്. ബാക്കിലെ കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ എന്തൊരു ഇടങ്ങേറാന്നറിയോ, കുത്തിയിട്ട് അവർ ഓരോ പ്രോഗ്രാം സെലക്ട് ചെയ്യായിരിക്കും, തലക്ക് കുത്തണ പോലെ തോന്നുക. അപ്പൊ നമ്മൾ തയമം ചെയ്യുന്നത് മുമ്പിലുള്ള ആൾ പോലും അറിയരുത്, വളരെ മെല്ലെ ചെയ്യാവൂ കേട്ടോ. എന്ത് ചെയ്യുക, സീറ്റിലിരിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യുക, ഈ കൈ കൊണ്ട് നമ്മുടെ തൊട്ട് മുമ്പത്തെ സീറ്റിന്റെ ബാക്ക് ഭാഗം, അത് സ്ക്രീൻ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു സീറ്റിന്റെ കവർ ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ടേബിൾ ആയിരിക്കും, ട്രേ ടേബിൾ, ഫുഡിന് എന്തോ ആയിക്കോട്ടെ, മെല്ലെ തടവി. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി തയമം ചെയ്യുന്നു, ഫർള് നിസ്കരിക്കാൻ വേണ്ടി തയമം ചെയ്യുന്നു, നിയ്യത്ത് ചെയ്യുന്നു, കൈ കൊണ്ട് തടവി, എന്ത് ചെയ്യുക, നേരെ മുഖം തടവുക. ഒന്ന് കഴിഞ്ഞു.
രണ്ടാമതൊരു കൈ കൂടെ ഒന്നുകൂടെ അവിടെ തട്ടുക, ഒന്ന് കൈമ പൊടി ഒന്നും ഉണ്ടാവില്ല, കൈ കൊണ്ട് തൈമം ചെയ്യാണ്. ഇടത്തെ കൈ കൊണ്ട് ആദ്യം വലത്തെ കൈ മുട്ട് വരെ എന്ത് ചെയ്യുക, ഒന്നിങ്ങ തടവുക, പിന്നെ വലത്തെ കൈ കൊണ്ട് മുട്ട് വരെയും തടവുക. കുപ്പായൊക്കെ പൊന്തിക്കണം കേട്ടാ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തൈമം കഴിഞ്ഞു, നിസ്കരിക്കുകയാണ്. അല്ലാഹു അക്ബർ, ഫാത്തിഹ ഓതുക, റുകൂ പോവാണ്, അല്ലാഹു അക്ബർ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ, സുജൂദ് പോവാണ്, ഒന്നും കൂടെ കുനിയ, അല്ലാഹു അക്ബർ, ഇരിക്കുക, സുജൂദിന്റെ ഇടയിൽ ഇരുത്തം, രണ്ടാമത്തെ സുജൂദ്, അല്ലാഹു അക്ബർ, എഴുന്നേറ്റ് നിൽക്കുകയാണ്. സങ്കല്പിക്കുക, സീറ്റ് ബെൽറ്റൊക്കെ ഇരിക്കണേ. സീറ്റ് ബെൽറ്റൊക്കെ ഊരിയിട്ട് മുസല്ല വെച്ച് നിസ്കരിക്കണ ആൾക്കാർ അങ്ങനെയൊന്നും ആവേശം കാട്ടണ്ട. അങ്ങനെ ചെയ്യരുത്. കാരണം അവിടുത്തെ അതിന്റെ ഫ്ലൈറ്റിന്റെ റൂൾസ് ഒക്കെ നമ്മൾ പാലിച്ചേ പറ്റൂ. നമ്മളൊരു ബാർബേറിയൻസ് ആണെന്ന് മനുഷ്യന്മാർ വിചാരിക്കരുത്. ഇസ്ലാമൊക്കെ എന്തൊരു മനോഹരാണ്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ഫ്ലൈറ്റ് മുഴുവൻ നനച്ചിട്ട് പോരും വേണ്ട. എന്ത് ചെയ്യാ, തൈമം ചെയ്തേക്ക്, അവിടെ ഒളു ചെയ്യാൻ സൗകര്യമില്ല, തൈമം ചെയ്തേക്ക്. എന്നിട്ട് നമ്മൾ നിസ്കരിച്ച് സലാം വിട്ടുന്നു, എന്തില്ല. ഇനി സുന്നത്ത് എത്ര നിസ്കരിക്കുക, തൈമം കൊണ്ട് ഫർദ് ഒന്നേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ തൈമം ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, വീട്ടിലൊക്കെ റാഹത്തായി, ഇന്നലത്തെ സുബൈ ഖിബില കിട്ടിയിട്ടില്ലല്ലോ, ഞാനത് മടക്കി നിസ്കരിക്കുകയാണ്. ആ 2 റക്അത്ത് മടക്കി നിസ്കരിക്കുക. അല്ലെങ്കിൽ ളുഹർ, ഒരു അസർ ഏതാണോ മടക്കാനുള്ളത് അത് മടക്കി നിസ്കരിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നിസ്കാരം നടക്കാതെ പോകരുത്. സുബൈന്റെ സമയമായി നമ്മൾ നിസ്കരിച്ചിട്ടില്ല, അങ്ങനെ ആവരുത്. ഒരാൾ ഉറങ്ങിപ്പോയി അറിയാതെ, അള്ളാഹു പുറത്തു തരും. പക്ഷെ എന്ത് നമ്മളെന്ത് ചെയ്യുക, ഉണരാൻ വേണ്ടി ശ്രമിക്കണം, ആ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കും വേണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്.